ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തനംമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നവീൻ്റെ ആലോചന വന്നപ്പോൾ തൊട്ട് നയനക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. നയന ഈ കാര്യം ആദർശിനോട് പറയണ്ട്. ആദർശായിട്ടാ നല്ലൊരു ആലോചന നമ്മുടെ നന്ദുവിനെ വന്നിട്ടുണ്ടെന്ന് പറയാണ്. നമുക്ക് പരിചയമുള്ളൊരു പയ്യനാണ്. ആരാടോ അത്? അത് വേറെ ആരല്ല, നമ്മുടെ വക്കീൽ നവീനാണെന്ന് പറയുമ്പോൾ അത് നല്ലൊരു ആലോചനയാണല്ലോ, എങ്കിൽ ആ ആലോചന നടത്താമെന്ന് ആദർശം പറയണ്ടേ. അല്ല, നന്ദുവിന് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഉണ്ടാവില്ല എന്നായിരിക്കും എൻ്റെ ആ ഒരു തോന്നല്. കാരണം നവീൻ നല്ലൊരു പയ്യനല്ലേ, പിന്നെ അവളുടെ ഫ്രണ്ടും കൂടിയല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ എതിരഭിപ്രായമൊന്നും ഉണ്ടാവില്ലായിരിക്കുമെന്ന് നയനയും പറയാണ്. ആദർശിന് ഭയങ്കര സന്തോഷമാവുന്നു കേട്ടോ. അപ്പൊ ആദർശിനോട് ചോദിക്കേണ്ട നയന, അല്ല ആദർശിയുടെ പോയ കാര്യം എന്തായി? നാഗേന്ദ്രനെ കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ സാധിച്ചോ? അറിഞ്ഞു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പണ്ട് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ നയനയോട് തുറന്നു പറയണ ആദർശ്. ഇത് കേൾക്കുമ്പോൾ നയനക്കും വല്ലാത്തൊരു ദേഷ്യവും ഒരു ദേഷ്യവും വാശിയും ഒരു പകയൊക്കെ ജലജയെടുത്ത് തോന്നി തുടങ്ങാണ്. അങ്ങനെ നയൻ അടുക്കളയിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച ദേവ്യാനിനെ സഹായിക്കാണ് പാചകത്തിൽ ജലജ. അത് കാണുമ്പോഴേക്കും ജലജ എടുത്ത് പറയുന്നുണ്ട്, ശേ, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് കയറിയത് അമ്മേ? ഇവരെന്തിനാ അടുക്കളയിൽ കയറ്റിയത്? ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല മോളെ. മോൾക്ക് വയ്യാതിരിക്കല്ലേ? ഞാൻ ദേവ്യ എടുത്തിനെ സഹായിക്കാന്ന് കരുതി കയറിയതാ. വേണ്ട, നിങ്ങളുടെ ഒരു സഹായവും വേണ്ട, നിങ്ങൾ പൊയ്ക്കേ. അല്ല, മോൾക്ക് എന്താ എന്നോട് ദേഷ്യം പോലെ? അല്ലെങ്കിലും എനിക്ക് നിങ്ങളത് സ്നേഹമൊന്നുമില്ലല്ലോ, പിന്നെന്താ, ഇറങ്ങിപ്പോ എന്ന് പറയാണ്. അങ്ങനെ ജലജ അവിടുന്ന് പോകുമ്പോൾ ദേവ്യാനി ചോദിക്കണ്ട, അല്ല മോളെ, എല്ലാവർക്കും ജലജടുത്ത് ദേഷ്യം ഉണ്ടെങ്കിലും മോൾക്കും ദേഷ്യമുണ്ട്. പക്ഷെ മോളെ ഇതിനു മുമ്പൊന്നും ജലജടുത്ത് ഇതുപോലെ പെരുമാറിയിട്ടില്ല. എന്താ മോളെ? അല്ല, അവരെ വിശ്വസിക്കാൻ പറ്റില്ല അമ്മേ. അവര് ചിലപ്പോ വിഷം എന്തെങ്കിലും ഒഴിച്ചു തന്നാലോ? അവരുടെ മോളുടെ വിവാഹ നിശ്ചയം കൂടി മുടങ്ങിയതുകൊണ്ട് ആ ദേഷ്യമൊക്കെ ചിലപ്പോൾ എന്നോട് തീർക്കും. നന്ദുകാരനമാണോ വിവാഹ നിശ്ചയം മുടങ്ങി എന്നൊക്കെ വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യം തീർത്താലോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞയച്ചത്. പിന്നെ അവർ വിചാരിക്കുന്ന പോലെ അവർ ലോക ചതിച്ചിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്ന് മുതൽ, അതായത് ഇന്നു മുതൽ നമ്മുടെ നാഗേന്ദ്രനോട് ഒരു ദേഷ്യവും പകയോ നമ്മുടെ നയനക്കും ആദർശിനിലോട്ടോ. പക്ഷെ ആദർശിനെ വേറെ കുറെ കാര്യങ്ങൾ കൂടി അറിയണം. കാരണം വേറെ എന്തോ സംഭവം കൂടി ഉണ്ട് ഇതിന് പിന്നില്. നാഗേന്ദ്രനെ മുത്തശ്ശൻ അടിച്ചോടിക്കാനുള്ള കാരണം ഒന്നിതാണ്. പക്ഷെ അതിനേക്കാൾ വേറെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മുടെ ആദർശിന് നന്നായിട്ട് അറിയാം. അത് നമ്മുടെ ശങ്കരേട്ടന് അറിയാത്തതാണ്. പക്ഷെ ഈ കാര്യം മുത്തശ്ശന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരില്ല. ജലജയും പറയില്ല, കാരണം ജലജ ചെയ്ത തെറ്റാണല്ലോ. പിന്നെ ഈ സത്യം അറിയെങ്കിൽ ഒരാൾ മാത്രമേ വിചാരിച്ചാലേ നടക്കുള്ളൂ, അത് നാഗേന്ദ്രൻ. അതെ, നാഗേന്ദ്രനെ കൊണ്ട് എന്തിങ്ങനെയെങ്കിലും ഈ സത്യം പറയിപ്പിക്കണമെന്ന് ആദർശം വിചാരിക്കുകയാണ്. കാരണം നാഗേന്ദ്രൻ ചതി പറ്റിയ വേറെന്തോ ഒരു കഥ കൂടിയുണ്ട്. അത് നാഗേന്ദ്രൻ പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി നാഗേന്ദ്രനായിട്ട് ചെറുതായിട്ടാണെങ്കിലും കൂട്ടുകൂടണം, ഈ ശത്രുതയൊക്കെ ഒഴിവാക്കണം. അല്ലെങ്കിൽ അയാൾക്ക് ശത്രുതയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അയാൾക്ക് ഇപ്പൊ മൂർത്തിയെടുത്തും ആ കുടുംബത്തോടത്തും വൈരാഗ്യം ഉണ്ടാവാൻ കാരണം അയാൾ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് മുമ്പ്. അതിന്റെ ദേഷ്യവും വൈരാഗ്യമാണ് അയാൾ തീർക്കണത്. അത് ആദർശിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദർശിന് ഇപ്പൊ ഒരു ദേഷ്യവും ഇല്ല നമ്മുടെ നാഗേന്ദ്രനോട്ടോ. അപ്പൊ നാഗേന്ദ്രനെ നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ടാണ് ആദർശിന്റെ ഉദ്ദേശ്യം. അതേസമയം നമ്മുടെ അനിയനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് നന്ദു. എന്നിട്ട് അനിയടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ നവീനായിട്ട് ഇങ്ങനെ പ്രൊപ്പോസൽ വെച്ചു, നിനക്ക് അറിയായിരുന്നില്ല അനി ഇതിന് മുമ്പ് ഈ കാര്യം, ഇട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലേ, നീ എന്നെ ചതിച്ചല്ലേ എന്നൊക്കെ പറയുമ്പോൾ അനി പറയണ്ടടി, അത് പറയേണ്ട കാര്യമൊന്നുമില്ല, അവന് നിന്നോട് ചെറിയൊരു ഇഷ്ടം തോന്നി, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. അല്ല, ഇതിപ്പോ വലിയ പ്രശ്നമാകും അനി. കാരണം നവീനേട്ടൻ എങ്ങാനും വീട്ടിൽ വന്ന് ഈ ആലോചന നടത്തുകയാണെങ്കിൽ അമ്മക്ക് അച്ഛനും അതിൽ താല്പര്യമായിരിക്കും. പിന്നെ നയനേടത്തിന്റെ ആദർശന്റെ കാര്യം പറയണ്ടല്ലോ, അവർക്കും താല്പര്യം കാണും. കേൾക്കുന്നവർക്കൊക്കെ ഈ ആലോചന എടുത്ത് ഭയങ്കര താല്പര്യമായിരിക്കും എന്ന് പറയുമ്പോൾ അനി പറയണ്ട, ആയിക്കോട്ടെ, എല്ലാവർക്കും താല്പര്യം ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിനക്ക് താല്പര്യമില്ലല്ലോ നന്ദു, എനിക്കത് മതി എന്ന് അനി പറയുമ്പോഴേക്കും, അല്ല, നീ എൻ്റെ കൂടെ നിൽക്കില്ലേ, നീ വിവാഹത്തിന് സമ്മതിക്കില്ലല്ലോ അല്ലേ എന്ന് അനി ചോദിക്കുമ്പോഴേക്കും നന്ദു ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, അതൊന്നും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ലെന്ന്. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും അനി ഞെട്ടിപ്പോവാട്ടോ, ഈശ്വര, ഇവളെന്താ ഇങ്ങനെ പറയണത്? അപ്പൊ ഇവള് ഇനി കല്യാണത്തിന് സമ്മതിക്കോ എന്നൊരു വിചാരം നമ്മുടെ അനിക്കും ഇങ്ങനെ തോന്നുവാട്ടോ. അപ്പൊ നന്ദുവിനോട് ചോദിക്കണ്ടേ, എന്താണ് നീ പറഞ്ഞതിന് അർത്ഥം? അപ്പോൾ ആ വിവാഹബന്ധം വീട്ടുകാരെ നിർബന്ധിക്കുകയാണെങ്കിൽ നീ സമ്മതിക്കോന്നാണോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അനിയേട്ടാ. പക്ഷേ നവീനേട്ടനെ പോലത്തെ ഒരാളെ ഒഴിവാക്കാനായിട്ട് ഒരു കാരണം വേണ്ടേ? വീട്ടുകാരെല്ലാവരും കൂടി ഒറ്റക്കാലിൽ, നയനേടത്തിയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഒറ്റക്കാലിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പിന്നെ അറിയാലോ, നവീനേട്ടന്റെ കാര്യമായതുകൊണ്ട് മൂർത്തി മുത്തശ്ശനും ആ കുടുംബക്കാരും എല്ലാവരും ഇതിൽ ഇടപെടും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, ഇനി വരുന്നിടത്ത് വെച്ച് കാണട്ടെ, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നാണ്. കാരണം നന്ദു തന്നെ നിന്ന് അകന്നു പോവാണോ? നന്ദുക്ക് ഇപ്പൊ ചെറിയ എന്തൊക്കെയോ ഒരു മാറ്റം പോലെ. ഇനി നവീന അവളോട് ഇഷ്ടമൊക്കെ ഉണ്ടോ? അവൾക്കൊരു നവീനോട് ഇഷ്ടമുണ്ടോ? കാരണം അവൾ നോക്കുമ്പോൾ എന്താ, ഞാനൊരു രണ്ടാം കെട്ടുകാരൻ, എൻ്റെ അടുത്ത് ഒന്നുമില്ല. അവരാണെങ്കിലോ നല്ല കൂട്ടുകാര്, അവനാണെങ്കിലോ ഒറ്റ മോൻ, അവനാണെങ്കിൽ നല്ല ജോലിയുണ്ട്, വക്കീൽ പണി, പിന്നെ അവളുടെ കാര്യങ്ങളൊക്കെ
ഒക്കെ അവനറിയാം. അതുകൊണ്ട് ഇനി അവരുടെ ഒരു വിവാഹം കഴിക്കോ? ഇനി താനാണോ അവരുടെ നല്ലൊരു കുടുംബജീവിതത്തിന് ഭാരമായിട്ട് നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ താൻ ഒഴിഞ്ഞു പോവാം, അവരെ ഒന്നിക്കട്ടെ എന്ന് അനിയും വിചാരിക്കേണ്ടത്. അങ്ങനെ നന്ദുക്ക് അങ്ങനത്തെ ഒരു വിവാഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അവൾ വേണമെങ്കിൽ വിവാഹം കഴിച്ചോട്ടെ എന്ന് പോലും അനി ആലോചിച്ചു പോട്ടെ. അങ്ങനെ അനിക്ക് വല്ലാത്ത വിഷമമാണ്. അതിനിടയ്ക്ക് നമ്മുടെ നവീനാണെങ്കിൽ അനീനെ പേഴ്സണലായിട്ട് കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് അനിയുടെ റൂമിൽ വാതിൽ ലോക്ക് ചെയ്തിട്ട് അനിയടുത്ത് പറയുന്നുണ്ട്, അനി എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓ എനിക്ക് മനസ്സിലായി, നന്ദുവിൻ്റെ കാര്യമല്ലേ? ആ ഞാൻ അറിഞ്ഞിരുന്നു. നീ എങ്ങനെ അറിഞ്ഞു? ആദർശേട്ടനും നയനടുത്തേക്ക് പറഞ്ഞു. ഓ അതെ, അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, എനിക്ക് നന്നായിട്ട് അറിയാമനി നിനക്ക് അവളെ ഇഷ്ടമായിരുന്നു എന്ന്. നിനക്ക് അറിയാന്നോ? അതെ, നീ സ്നേഹിക്കുന്നത് അവളെയാണെന്ന് എനിക്കറിയാം. അവൾക്കും നിന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് നടന്നാൽ ശരിയാവില്ലെന്ന് അനി നിനക്ക് തന്നെ ആലോചിച്ചൂടെ? നിന്റെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും തമ്മിൽ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നീ അനാമികയായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നീ ഒരു രണ്ടാം കെട്ടല്ലേ അനി? അതുകൊണ്ട് നന്ദുവിനെ പോലത്തെ ഒരു പെണ്ണിനെ ആഗ്രഹിക്കുന്നത് മോശമല്ലേ അനി? അതുകൊണ്ട് നിനക്ക് ഈ അവളുടെ ആ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൂടെ? ഞാൻ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഞാൻ പൊന്നുപോലെ അവളെ നോക്ക്. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല എൻ്റെ വീട്ടിൽ, അറിയാലോ. ഇവിടെയാണെങ്കിൽ ആകെ പ്രശ്നവും പരിവട്ടവും മാത്രം. പിന്നെ അവളുടെ മൂത്ത 2 ചേച്ചിമാർ ഇവിടെ ഉണ്ടല്ലോ. മൂത്ത ചേച്ചിയാണെങ്കിലോ ഭയങ്കര സാധനം. അതുകൊണ്ട് ഈ വീട്ടിൽ നിർത്തിയിട്ട് അവൾ എന്തിനാണ് അവളുടെ കരിയറും ജീവിതവും ഒക്കെ നശിപ്പിക്കുന്നത്? നീ അവളെ അങ്ങോട്ട് മറന്നേക്ക്, ഞാൻ നോക്കിക്കോളാം അവളെ. നന്ദുവിനെ ഞാൻ പൊന്നുപോലെ നോക്കും. അതുകൊണ്ട് നീ ഇനി അവളെ കാണാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ. പിന്നെ നീ എന്നെ സഹോദരനെ പോലെയും ഒരു സുഹൃത്തിനെ പോലെയല്ലേ കാണുന്നത്. അപ്പോൾ ഈ സഹോദരനായിട്ടുള്ള അല്ലെങ്കിൽ ഈ സുഹൃത്തായിട്ടുള്ള ഒരാൾ വിവാഹം കഴിച്ച ആ പെണ്ണിനെ നീ കാണേണ്ടത് ഒന്നില്ലെങ്കിൽ സ്വന്തം അനിയത്തിയായിട്ട്, അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയായിട്ട്, അല്ലെങ്കിൽ സുഹൃത്തായിട്ട്. അങ്ങനെയൊക്കെയാണ് പൊതുവെ എല്ലാവരും കാണാറ്. അപ്പോൾ നീയും ഇനിമത്തെ നന്ദുവിനെ സ്വന്തം അനിയത്തിയായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവീൻ വക്കീൽ അങ്ങനത്തെ കുറച്ച് ഡയലോഗൊക്കെ അടിച്ച് അവിടെ നിന്ന് പോവാട്ടോ. എനിക്ക് വട്ടുപിടിക്കുകയാണ്. ഈശ്വര, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവനാണെങ്കിൽ ഇങ്ങനെ പറയണു, അവളാണെങ്കിൽ അങ്ങനെ പറയണു. ഇനി എന്തായാലും വരുന്നിടച്ച് കാണട്ടെ, വിധിയുടെ അടുത്തേക്ക് വിടാം. വിധി അവളും അവനെ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരൊന്നിച്ചോട്ടെ. പക്ഷെ ഒരു കാര്യം, താൻ ഒരിക്കലും വേറൊരാളെ വിവാഹം കഴിക്കില്ല. തൻ്റെ മനസ്സിൽ ജീവിതാവസാനം വരെ നന്ദു തൻ്റെ ഭാര്യയായിരിക്കും. ആ രീതി തന്നെ താൻ ജീവിച്ചു പോയിക്കോളാം എന്ന് അനിയും വിചാരിക്കണം. അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം തന്നെ നമ്മുടെ നന്ദു ആണെങ്കിൽ നവീനെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുക കേട്ടോ. അങ്ങനെ നന്ദുവിൻ്റെ നവീൻ്റെ വിവാഹ നിശ്ചയം പോലും നടത്തുന്നില്ല. അതൊന്നും നടത്തി വെറുതെ സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് വിവാഹം നടത്താൻ. കാരണം നവീൻ്റെ അച്ഛൻ അടുത്ത മാസമല്ലേ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത മാസം നവീൻ്റെ അച്ഛൻ വരുമ്പോഴേക്കും എന്തായാലും അച്ഛന് നന്ദുവിനെ ഇഷ്ടപ്പെടും. കാരണം അച്ഛൻ കുറച്ച് സ്ട്രോങ് പേഴ്സണാണെന്ന് നമ്മുടെ നവീൻ പറയാറുണ്ട്. നല്ല ഭയങ്കര തൻ്റെയുള്ള മനുഷ്യനാണ്, നീതിക്ക് ന്യായത്തിന് വേണ്ടി നടക്കുന്ന മനുഷ്യനാണെന്നൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ കാര്യം എന്തായാലും നവീൻ്റെ വീട്ടുകാർ നന്ദുവായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യും. അവരുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പോൾ നവീൻ്റെയും നന്ദുവിൻ്റെ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഈ വരുന്ന വീക്കെൻഡ് പ്രൊമോയിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.